നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കെ കൊച്ചനിയൻ CPIM കുന്നംകുളം ഏരിയ സെക്രട്ടറി. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കേച്ചേരിയിൽ നടന്ന കുന്നംകുളം ഏരിയ പ്രതിനിധി സമ്മേളനത്തിലാണ് കൊച്ചനിയൻ എന്ന ഗോപാലകൃഷ്ണൻ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഏരിയ കമ്മിറ്റി അംഗങ്ങളെ ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തുവെങ്കിലും സെക്രട്ടറി സ്ഥാനത്തേക്ക് നടന്ന മത്സരത്തിലാണ് കൊച്ചനിയൻ തെരഞ്ഞെടുക്കപ്പെട്ടത്. കാണിപ്പയ്യൂരിലെ സ്ഥാപനത്തിൽ നിന്ന് 22 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തുകയും വീണ്ടും പണം ആവശ്യപ്പെട്ട് ഉടമയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സംഭവത്തിൽ സ്ഥാപനത്തിലെ ജീവനക്കാരൻ അറസ്റ്റിൽ. പിടിയിലായത് ചിറമനേങ്ങാട് സ്വദേശി ജിഷാദ്. അകലാട് ഒറ്റയിനി പെട്രോൾ പമ്പിൽ മോഷണം. ഓഫീസ് റൂമിന്റെ ഗ്ലാസ് ഡോർ തകർത്താണ് കവർച്ച. നിരീക്ഷണ ക്യാമറകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. CCTV ന്യൂസ് ഇംപാക്ട്. ഭാർഗവിക്ക് അഭയമൊരുക്കി അരുവി പുനരധിവാസ കേന്ദ്രം. രോഗപീഠകളാൽ ദുരിത ജീവിതം നയിച്ചു വന്നിരുന്ന 83-കാരിയായ കണ്ടാണശ്ശേരി കല്ലിങ്ങൽ വീട്ടിൽ ഭാർഗവിക്കാണ് പഴുന്നാനയിലെ അരുവി പുനരധിവാസ കേന്ദ്രം അഭയമൊരുക്കിയത്. വാർത്തകൾ വിശദമായി. കെ കൊച്ചനിയൻ CPIM കുന്നംകുളം ഏരിയ സെക്രട്ടറി. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കേച്ചേരിയിൽ നടന്ന കുന്നംകുളം ഏരിയ പ്രതിനിധി സമ്മേളനത്തിലാണ് കൊച്ചനിയൻ എന്ന ഗോപാലകൃഷ്ണൻ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഏരിയ കമ്മിറ്റി അംഗങ്ങളുടെ ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തുവെങ്കിലും സെക്രട്ടറി സ്ഥാനത്തേക്ക് നടന്ന മത്സരത്തിലാണ് കൊച്ചനിയൻ തെരഞ്ഞെടുക്കപ്പെട്ടത്. 21-അംഗ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് M. ബാലാജി, ഉഷ പ്രഭുകുമാർ, KA അസീസ്, KG പ്രമോദ് എന്നിവർ ഒഴിവായപ്പോൾ കണ്ടാണിശ്ശേരിയിൽ നിന്നുള്ള PA മുസ്തഫ, മറ്റം ലോക്കൽ കമ്മിറ്റിയിൽ നിന്നുള്ള C. അംബികേശൻ, കേച്ചേരിയിൽ നിന്നുള്ള DYFI നേതാവ് KA സൈഫുദ്ദീൻ, കടവല്ലൂരിൽ നിന്ന് മഹിളാ അസോസിയേഷൻ നേതാവ് പത്മം വേണുഗോപാൽ എന്നിവർ ഏരിയ കമ്മിറ്റി അംഗങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഏരിയ കമ്മിറ്റി അംഗങ്ങളുടെയും സെക്രട്ടറിയുടെയും തിരഞ്ഞെടുപ്പ് ഐക്യകണ്ഠേനയായിരുന്നു. സമ്മേളനത്തിന്റെ 2ാം ദിനമായ ചൊവ്വാഴ്ച പൊതുചർച്ചയോടെയാണ് സമ്മേളന നടപടികൾ ആരംഭിച്ചത്. കുന്നംകുളം ഏരിയയിൽ വിഭാഗീയത നിലനിൽക്കുന്നതായി തുറന്നു സമ്മതിച്ചുള്ള പ്രവർത്തന റിപ്പോർട്ടാണ് സെക്രട്ടറി MN സത്യൻ സമ്മേളനത്തിൽ അവതരിപ്പിച്ചത്. കണ്ടാണിശ്ശേരി, കുന്നംകുളം വെസ്റ്റ് എന്നീ ലോക്കൽ കമ്മിറ്റികളിലാണ് വിഭാഗീയത നിലനിൽക്കുന്നത് എന്നും സെക്രട്ടറി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. കുന്നംകുളം വെസ്റ്റ് ലോക്കൽ സമ്മേളനത്തിൽ മത്സരം സംഘടിപ്പിക്കുന്നതിന് ഒരു വിഭാഗം ശ്രമിച്ചതായും മത്സരം ഒഴിവാക്കാൻ മത്സരിക്കാൻ തയ്യാറായവരെ ലോക്കൽ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുകയുമായിരുന്നു. കണ്ടാണിശ്ശേരിയിൽ കഴിഞ്ഞ സമ്മേളനത്തിലെ വിഭാഗീയ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തരം താഴ്ത്തിയവരെ ലോക്കൽ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി സമവായത്തിന് ഏരിയ നേതൃത്വം തയ്യാറാവുകയായിരുന്നു. എന്നാൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി നിർദ്ദേശിച്ച ആൾക്ക് പകരം മറ്റൊരംഗത്തെ നിർദ്ദേശിക്കുകയും സെക്രട്ടറിയായി തെരഞ്ഞെടുക്കുകയുമായിരുന്നു. ഏരിയ കമ്മിറ്റി അംഗം KK സതീശനെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ ചുമതല നൽകുകയും ചെയ്താണ് പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ അച്ചടക്ക നടപടികൾ കൊണ്ടും വിഭാഗീയത അവസാനിപ്പിക്കാനായില്ലെന്ന് തുറന്ന് സമ്മതിക്കുകയാണ് പ്രവർത്തന റിപ്പോർട്ടിലെ പരാമർശങ്ങൾ. ബുധനാഴ്ച വൈകിട്ട് 5-ന് കേച്ചേരി ലാവിഷ് ഗ്രൌണ്ടിൽ സജ്ജമാക്കിയ സീതാറാം യെച്ചൂരി, കോടിയേരി ബാലകൃഷ്ണൻ എന്നിവരുടെ നാമധേയത്തിലുള്ള നഗറിൽ ചേരുന്ന പൊതുസമ്മേളനത്തോടെ ഏരിയ സമ്മേളനത്തിന് സമാപനമാകും. 1000 റെഡ് വളണ്ടിയർമാർ അണിനിരക്കുന്ന പരേഡും ചൂണ്ടൽ കേച്ചേരി ലോക്കൽ കമ്മിറ്റിയിൽ നിന്നുള്ള ബഹുജനങ്ങൾ അണിനിരക്കുന്ന പ്രകടനത്തിന് ശേഷം ചേരുന്ന പൊതുസമ്മേളനം പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും. CCTV ന്യൂസ്, കേച്ചേരി. പോലീസ് മർദ്ദനത്തിനിരയായി കുന്നംകുളം ചിറളയം സ്വദേശിയായിരുന്ന അമ്പലപ്പാട്ട് നാരായണൻ നായർ മരണപ്പെട്ടു എന്ന് ആരോപിക്കപ്പെട്ട സംഭവത്തിൽ ഇപ്പോഴത്തെ ക്രൈംബ്രാഞ്ച് SP-യും 23 വർഷം മുൻപത്തെ കുന്നംകുളം SI-യുമായിരുന്ന MJ സോജനെ വെറുതെ വിട്ടുകൊണ്ട് കോടതി ഉത്തരവായി. സർക്കാർ വാദിയായ കേസിൽ കുന്നംകുളം 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറഞ്ഞത്. ഗവൺമെന്റ് ഭദ്ര സ്കൂൾ ജീവനക്കാരനായിരുന്ന നാരായണൻ നായർ 2001 സെപ്റ്റംബർ 2-നാണ് മരിച്ചത്. MJ സോജൻ കുന്നംകുളത്ത് SI ആയി ജോലി ചെയ്യുമ്പോഴാണ് കോളിളക്കമുണ്ടാക്കിയ സംഭവമുണ്ടായത്. ജവഹർ തിയേറ്ററിന് സമീപം ബസ് കാത്തുനിൽക്കുമ്പോൾ പോലീസ് വാഹനത്തിൽ എത്തിയ പോലീസുകാർ സോജന്റെ നേതൃത്വത്തിൽ ലാത്തികൊണ്ട് നാരായണൻ നായരെ അടിച്ചു വീഴ്ത്തിയെന്നായിരുന്നു പരാതി. അന്വേഷണങ്ങളും വാദപ്രതിവാദങ്ങളുമൊക്കെയായി 23 വർഷം നീണ്ടുനിന്ന കേസിനാണ് ഇന്ന് അവസാനമുണ്ടായത്. നിലവിൽ IPS ലഭിച്ചിരിക്കുന്ന MJ സോജന് ഈ കേസ് കാരണം പദവി നൽകാതെ മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. നടിയെ ആക്രമിച്ച കേസ് ഉൾപ്പെടെ നിരവധി പ്രധാനമായ കേസുകളിലെയും അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു MJ സോജൻ. കാണിപ്പയ്യൂരിലെ സ്ഥാപനത്തിൽ നിന്ന് 22 ലക്ഷം രൂപ തട്ടുകയും വീണ്ടും പണം ആവശ്യപ്പെട്ട് ഉടമയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സ്ഥാപനത്തിലെ ജീവനക്കാരൻ അറസ്റ്റിൽ. പേൾ സിറ്റി മറൈൻ പ്രോഡക്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലെ കുന്നംകുളത്തെ ഓഫീസിൽ പ്രവർത്തിച്ചിരുന്ന എരുമപ്പെട്ടി ചിറമനേങ്ങാട് സ്വദേശി 37 വയസ്സുള്ള ജിഷാദിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്.
സ്ഥാപന ഉടമ എരുമപ്പെട്ടി സ്വദേശി അബു താഹിറിന്റെ പരാതിയെ തുടർന്നാണ് പ്രതിയെ പോലീസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്തത്. സ്ഥാപനത്തിൽ ഫിനാൻസ് മാനേജറായി ജോലി ചെയ്തിരുന്ന പ്രതി സാമ്പത്തിക കൃത്രിമം കാണിച്ച് സ്വന്തം അക്കൌണ്ടിലേക്ക് 22 ലക്ഷം രൂപ മാറ്റിയിരുന്നു. പിന്നീട് കണക്കുകളിൽ കൃത്രിമം കാണിച്ച് ആദായനികുതി വകുപ്പിനെ വിവരമറിയിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പരാതിയിൽ പറയുന്നു. വിവരമറിയിക്കാതിരിക്കാൻ 16 ലക്ഷം രൂപ കൂടി ആവശ്യപ്പെട്ട് സമ്മർദ്ദം ചെലുത്തുക കൂടി ചെയ്തതോടെ സ്ഥാപന ഉടമ നൽകിയ പരാതിയിൽ കേസെടുത്ത പോലീസ് അന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അകലാട് ഒറ്റയിനി പെട്രോൾ പമ്പിൽ മോഷണം. ഓഫീസിന്റെ ഗ്ലാസ് ഡോർ തകർത്താണ് കവർച്ച നടത്തിയത്. എറണാകുളം സ്വദേശി ഇഷാൻ അഷ്റഫിന്റെ ലൈസൻസിൽ PM കുഞ്ഞുമുഹമ്മദിന്റെ ഉടമസ്ഥതയിലാണ് പമ്പ് പ്രവർത്തിക്കുന്നത്. ഇതിനടുത്തുള്ള മുറിയിൽ ജീവനക്കാരൻ താമസിക്കുന്നുണ്ടെങ്കിലും ചൊവ്വാഴ്ച രാവിലെയാണ് മോഷണ വിവരം അറിയുന്നത്. മുറിക്കുള്ളിൽ സ്റ്റീൽ മേശയിലെ ബാഗിൽ സൂക്ഷിച്ച പണമാണ് കവർന്നത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ വടക്കേക്കാട് പോലീസ് എത്തി നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ച് അന്വേഷണം ആരംഭിച്ചു. കടങ്ങോട് പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കായി തൃശൂർ ജില്ലാ പഞ്ചായത്ത് 15 ലക്ഷം രൂപ അനുവദിച്ചതായി ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ അറിയിച്ചു. വർഷക്കാലമായാൽ ആശുപത്രിയുടെ മുൻവശം വെള്ളവും ചെളിയും നിറഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതാകാറുണ്ട്. ഈ പ്രയാസം മറികടക്കുന്നതിനു വേണ്ടി ടൈൽ വിരിച്ച് വൃത്തിയാക്കുന്നതിനും രോഗികളുടെ കൂടെ എത്തുന്നവർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യം ഉൾപ്പെടെയുള്ള സൗന്ദര്യവൽക്കരണ പദ്ധതികളാണ് വിഭാവനം ചെയ്തിട്ടുള്ളതെന്ന് ജലീൽ ആദൂർ അറിയിച്ചു. പുന്നയൂർ പഞ്ചായത്ത് വികസന മുന്നേറ്റങ്ങൾക്കെതിരെ UDF നടത്തിയ ആരോപണങ്ങൾക്കെതിരെ LDF പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വികസന മുന്നേറ്റ യാത്ര നടത്തി. പുന്നയൂർ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച യാത്ര CPM ചാവക്കാട് ഏരിയ സെക്രട്ടറി TT ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PM ഷംസു അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ MP ഇക്ബാൽ മാസ്റ്റർ, CPM സൗത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KB ഫസലുർ റഹ്മാൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹ്ര ബക്കർ, ബ്ലോക്ക് എടക്കഴിയൂർ ഡിവിഷൻ മെമ്പർ ഷിഹാബ് തുടങ്ങിയവർ പങ്കെടുത്തു. വൈകിട്ട് 7 മണിക്ക് അകലാട് ബദർപള്ളി പടിഞ്ഞാറ് ഭാസ്കരൻ പീടിക പരിസരത്ത് യാത്ര സമാപിച്ചു. വിവിധ സ്വീകരണ സ്ഥലങ്ങളിൽ LDFന്റെ പ്രമുഖ നേതാക്കൾ സംസാരിച്ചു. ഭാർഗവിക്ക് അഭയമൊരുക്കി അരുവി പുനരധിവാസ കേന്ദ്രം. രോഗപീഠകളാൽ ദുരിത ജീവിതം നയിച്ചു വന്നിരുന്ന 83-കാരിയായ കണ്ടാണിശ്ശേരി കല്ലിങ്ങൽ വീട്ടിൽ ഭാർഗവിക്കാണ് പഴുന്നാനയിലെ അരുവി പുനരധിവാസ കേന്ദ്രം അഭയമൊരുക്കിയത്. CCTV ന്യൂസ് ഇംപാക്ട്. കണ്ടാണിശ്ശേരി പഞ്ചായത്തിലെ AKG നഗറിൽ താമസിക്കുന്ന ഭാർഗവി മരുന്നും ഭക്ഷണവുമില്ലാതെ നരകതുല്യമായ ജീവിതം നയിച്ചു വരികയായിരുന്നു. ഇവരുടെ ദുരിതപൂർണമായ അവസ്ഥ കണ്ട് വാർഡിനെ പ്രതിനിധീകരിക്കുന്ന ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റനീഷ് സാമൂഹ്യനീതി വകുപ്പ് അധികൃതരെ വിവരം അറിയിച്ചുവെങ്കിലും മുഖം തിരിക്കുന്ന സമീപനമാണുണ്ടായത്. AKG നഗറിൽ ശോചനീയാവസ്ഥയിലുള്ള വീട്ടിൽ സഹോദരിയുടെ മകൻ ബാബുവിനൊപ്പമാണ് ഭാർഗവി കഴിഞ്ഞിരുന്നത്. സ്ഥിരം മദ്യപാനിയായ ബാബു രാവിലെ പുറത്തുപോയാൽ രാത്രി വൈകി മാത്രമാണ് മടങ്ങിവരുന്നത്. അയൽവാസികളായ സ്ത്രീകൾ യഥാസമയം ഭക്ഷണവും മരുന്നും നൽകിയിരുന്നതുകൊണ്ടാണ് ഭാർഗവിയുടെ ജീവൻ നിലനിന്നിരുന്നത്. സാമൂഹ്യനീതി വകുപ്പിന്റെ നിരുത്തരവാദ നിലപാടിനെ തുടർന്ന് നിവ്യ റനീഷ് നടത്തിയ ഇടപെടലിലാണ് ഫാദർ വർഗീസ് പാലത്തിങ്കൽ നേതൃത്വം നൽകുന്ന അരുവി പുനരധിവാസ കേന്ദ്രം ഇവരെ ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്നത്. പോലീസിൽ നിന്നും പഞ്ചായത്തിൽ നിന്നുമുള്ള രേഖകൾ നിവ്യ റനീഷിന്റെയും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു C ജേക്കബിന്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ചതോടെ ഭാർഗവിയെ ഏറ്റെടുക്കാൻ അരുവി പുനരധിവാസ കേന്ദ്രം തയ്യാറാവുകയായിരുന്നു. 4-ാം വാർഡിലെ കല്ലിങ്ങൽ വീട്ടിൽ ഭാർഗവി എന്ന് പറഞ്ഞിട്ടുള്ള അമ്മാമേനെ ആരും നോക്കാനില്ലാത്തതിൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ അരുവി പുനരധിവാസ കേന്ദ്രത്തിൽ ഇന്ന് കൊണ്ടുവന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ളത് സംരക്ഷണം അവർ ഏറ്റെടുത്തിട്ട് നടത്താമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇത് ചില വീട്ടിൽ ഉള്ളത് ഒരു ചേച്ചിയുടെ ഒരു മകനാണ് ഉണ്ടായിരുന്നത്. പക്ഷേ മകൻ തികച്ചും പൂർണ്ണമായൊരു മദ്യപാനിയാണ്. അപ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ നിന്നുള്ള ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങണമെന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നതാണ്. പക്ഷേ 2-3 ദിവസമായിട്ടും നൽകാതിരിക്കുകയും മാത്രമല്ല പോലീസ് സ്റ്റേഷനിൽ പോവാതെ നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ പോലും എടുക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തന്നെ നേരിട്ട് സ്റ്റേഷനിലേക്ക് പോയി എന്നിട്ട് നേരിട്ട് പോലീസ് ഉദ്യോഗസ്ഥരെ കാര്യം ബോധിപ്പിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിച്ചു. അങ്ങനെ എല്ലാ രേഖകൾ സഹിതം പൂർണ്ണമായ രേഖകളും ഒക്കെ ചേർത്താണ് നമ്മളിവിടെ അമ്മേനെ ഇവിടെ ഏൽപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഇനിയുള്ള എല്ലാ സംരക്ഷണവും ഇവിടെ സംരക്ഷണമായിരിക്കും എന്നതാണ്.
ചൊവ്വാഴ്ച രാവിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരുടെയും ആശാപ്രവർത്തകയുടെയും നേതൃത്വത്തിൽ ഭാർഗവിയെ കുളിപ്പിച്ച് അയൽവാസികൾ നൽകിയ ഭക്ഷണം കൊടുത്ത ശേഷം പാലിയേറ്റീവ് കെയറിന്റെ ആംബുലൻസിൽ പുനരധിവാസ കേന്ദ്രത്തിലെത്തിച്ചു. ഡയറക്ടറായ ഫാദർ വർഗീസ് പാലത്തിങ്കലിന്റെ നേതൃത്വത്തിൽ ജീവനക്കാർ ഭാർഗവിയെ സ്വീകരിച്ചു. തുടർന്ന് ഭാർഗവിക്കായി ഒരുക്കിയ കിടപ്പുമുറിയിലെത്തിച്ച് യാത്ര പറഞ്ഞിറങ്ങുകയായിരുന്നു. ഇനി മറ്റന്തേവാസികൾക്കൊപ്പം ഭക്ഷണവും മരുന്നും കഴിച്ച് ഭാർഗവിയും അരുവിയിലെ ജീവനക്കാരുടെ സ്നേഹപരിചരണങ്ങൾ ഏറ്റുവാങ്ങി ശിഷ്ടജീവിതം നയിക്കും. CCTV ന്യൂസ്, കേച്ചേരി. അണ്ടത്തോട് പാപ്പാളിയിൽ ലഹരി മാഫിയ സംഘങ്ങളുടെ മർദ്ദനം, യുവാവിന് കുത്തേറ്റു. പാപ്പാളി സ്വദേശി പുത്തൻപുരയിൽ 35 വയസ്സുള്ള ഷാഹുൽ ഹമീദിനാണ് കുത്തേറ്റത്. ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിയോടെ പ്രിയദർശിനി റോഡിൽ വെച്ചാണ് ഷാഹുൽ ഹമീദിനെ 4 പേർ ചേർന്ന് ആക്രമിച്ചതെന്ന് പറയുന്നു. കൈക്കും കാലിനും കുത്തേറ്റ ഇയാളെ അയിരൂർ വിന്നേഴ്സ് ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രദേശത്ത് കഞ്ചാവ് ലഹരി സംഘം നിരന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായി നാട്ടുകാർ ആരോപിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്തിലെ 4-ാം വാർഡ് കുട്ടഞ്ചേരിയിൽ വെള്ളം നിറഞ്ഞുകിടക്കുന്ന കുളത്തിന് സമീപം കുടിവെള്ള പദ്ധതിയുടെ കുഴൽക്കിണർ കുഴിക്കുവാനുള്ള ശ്രമം BJP പ്രവർത്തകർ തടഞ്ഞു. പ്രദേശത്ത് 2 കുളങ്ങളും 1 കിണറും പാടശേഖരവും വെള്ളം നിറഞ്ഞുകിടക്കുന്ന സാഹചര്യത്തിൽ മതിയായ ആഴത്തിൽ കിണർ കുഴിക്കുവാൻ കഴിയില്ലെന്നും അശാസ്ത്രീയമായി കിണർ കുഴിച്ചാൽ വേനലിൽ ജലം ലഭിക്കില്ലെന്നും ചൂണ്ടിക്കാണിച്ചാണ് BJP പ്രവർത്തകർ കിണർ നിർമ്മാണം തടഞ്ഞത്. പഞ്ചായത്തിന്റെ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയാണ് കുഴൽക്കിണർ കുഴിക്കുന്നത്. കഴിഞ്ഞ മാസം ഇതേ സാഹചര്യത്തിൽ കിണർ കുഴിക്കാൻ ശ്രമിച്ചെങ്കിലും വെള്ളത്തിന്റെ പ്രഷർ കൊണ്ട് താഴ്ത്താൻ കഴിഞ്ഞില്ല. ഇതേ തുടർന്നാണ് നിറഞ്ഞുകിടക്കുന്ന കോതക്കുളത്തിന് സമീപം വീണ്ടും കിണർ കുഴിക്കാൻ ശ്രമിച്ചത്. ഇപ്പോൾ കിണർ കുഴിച്ചാൽ കുറഞ്ഞ താഴ്ചയിൽ തന്നെ വെള്ളം ലഭിക്കുമെന്നും അതേസമയം വേനലിൽ വെള്ളം ലഭിക്കുമോ എന്നത് ഉറപ്പു പറയാൻ കഴിയില്ല എന്നുമാണ് തൊഴിലാളികൾ പറയുന്നത്. കഴിഞ്ഞ വർഷം വാർഡിലെ പൂവക്കോട് പ്രദേശത്ത് ഇത്തരത്തിൽ ജനങ്ങളുടെ എതിർപ്പ് അവഗണിച്ച് കിണർ കുഴിച്ചെന്നും വേനലിൽ ഈ കിണറിൽ നിന്ന് വെള്ളം ലഭിക്കുന്നില്ലെന്നും BJP നേതാവ് രാജേഷ് കുമാർ പറഞ്ഞു. ഇതേ കുഴൽക്കിണർ തന്നെ കഴിഞ്ഞ മാസം പകുതി കണ്ടിട്ട് അടിക്കാൻ വന്നിട്ട് ആ കുഴൽക്കിണർ അവിടെ നിർത്തിപ്പോയതാ, അടിക്കാൻ പറ്റാതെ. പാടം മുഴുവൻ വെള്ളമായിട്ട് നിൽക്കുക. 2 കുളവും 1 കിണറുള്ള സ്ഥലം, അതിന്റെ നടുവിലാണ് ഈ കുഴലടിക്കുന്നത്. ഈ സാധനം ഇപ്പം അടിച്ചാൽ എത്ര അടി താത്താൻ പറ്റും എന്നുള്ളത് ഉറപ്പ് ഇവർക്കില്ല. വേനൽക്കാലത്ത് വെള്ളം കിട്ടുമെന്നുള്ള ഒരു ഉറപ്പും ഇവർ പറയണില്ല. ഇത് അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫണ്ട് കഴിഞ്ഞു. പിന്നെ വേനൽക്കാലത്ത് വെള്ളം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? മെമ്പർക്കും ഇവിടുത്തെ പാർട്ടി നേതൃത്വത്തിനും മുതലെടുപ്പിന് വേണ്ടി മാത്രമാണ് ഈ കുഴൽക്കിണർ ഈ വർഷക്കാലത്ത് ഇങ്ങനെ വെള്ളം തേട്ടി നിൽക്കുന്ന സമയത്ത് ഇവിടെ അടിക്കാൻ വന്നിരിക്കുന്നത്. ഇവിടെ ഒരു പ്രശ്നം നടന്നിട്ട് ഇവിടെ ബ്ലോക്ക് മെമ്പർ ഉണ്ട്, പഞ്ചായത്ത് മെമ്പർ ഉണ്ട്, ഇവർ 2 ആളും കൂടി തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പൊ ഇതിനൊക്കെ ഉത്തരവാദിത്വം, ഇതിനൊരു നാദം വേണ്ടേ? ആരാണോ ഇതിന്റെ അതോറിറ്റീച്ച അവർ വന്ന് സംസാരിച്ച് അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തി ആയാൽ മാത്രമാണ് ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കാൻ സമ്മതിക്കുള്ളൂ. തങ്ങൾ വികസനത്തിന് എതിരല്ലെന്നും വേനലിൽ മാത്രമേ കിണർ നിർമ്മിക്കാൻ അനുവദിക്കുകയുള്ളൂ എന്നും BJP പ്രവർത്തകർ അറിയിച്ചു. CCTV ന്യൂസ്, എരുമപ്പെട്ടി. പുന്നയൂരിൽ നിയന്ത്രണം വിട്ട് ബൈക്ക് മറിഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റു. വടക്കേക്കാട് സ്വദേശി 27 വയസ്സുള്ള മുഹമ്മദ് നിയാസ്, പുന്നയൂർ സ്വദേശി ഷെരീഫ് എന്നിവർക്കാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച രാത്രിയായിരുന്നു അപകടം. ആൽത്തറ ഭാഗത്തു നിന്ന് വടക്കേക്കാട് ഭാഗത്തേക്ക് വരികയായിരുന്ന ബൈക്ക് പുന്നയൂർ തെക്കിനിയടത്ത് പടിയിൽ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. അപകടത്തിൽ കൈക്കും തലയ്ക്കും ഉൾപ്പെടെ പരിക്കേറ്റ ഇരുവരെയും തൊഴിയൂർ ലൈഫ് കെയർ ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം ദയ റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ബൈക്കിനും കേടുപാടുകൾ സംഭവിച്ചു. വടക്കേക്കാട് പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. ബണ്ട് തകർന്ന് കൃഷി നശിച്ച കാട്ടകാമ്പാൽ വാവേക്കർ കോൾപ്പടവിൽ കർഷകർ ഇത്തവണത്തെ കൃഷി ഉപേക്ഷിച്ചു. ബണ്ട് പുനർനിർമ്മാണം വൈകുന്നതും വെള്ളക്കെട്ട് വറ്റിക്കാൻ ആഴ്ചകൾ വേണമെന്നതുമാണ് കൃഷിയിൽ നിന്ന് തങ്ങളെ പിന്തിരിപ്പിച്ചതെന്ന് കർഷകർ പറയുന്നു. ഡിസംബർ 6-നാണ് ബണ്ട് വരമ്പ് തകർന്നത്. 100 അടി തോടിന്റെ 15 മീറ്ററോളം ബണ്ട് വരമ്പ് തകർന്ന് വെള്ളം പാടത്തേക്ക് ഒഴുകുകയായിരുന്നു. ഇതോടെ വാവേക്കർ കോൾപ്പടവിൽ നട്ട 58 ഏക്കറോളം പാടം വെള്ളത്തിൽ മുങ്ങി. തകർന്ന ഭാഗം KLDC ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു. പാടശേഖരത്ത് വെള്ളം വറ്റുന്ന മുറയ്ക്ക് ബണ്ട് നിർമ്മിക്കാനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ. ബണ്ട് തകർന്നതിലൂടെ ഏക്കറിന് 20,000 രൂപയുടെ നഷ്ടമാണ് കർഷകർക്കുണ്ടായത്. 2 കിലോമീറ്റർ ദൂരം ബണ്ട് നിർമ്മിച്ച് കൃഷിയിറക്കാൻ സൗകര്യമൊരുക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. എരുമപ്പെട്ടി പഞ്ചായത്തിൽ റോഡരികിൽ സ്ഥാപിച്ചിട്ടുള്ള ബോർഡുകളും കൊടിത്തോരണങ്ങളും നീക്കം ചെയ്യുന്ന നടപടി ആരംഭിച്ചു. പഞ്ചായത്ത് സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് അനധികൃതമായി റോഡരികിൽ സ്ഥാപിച്ചിട്ടുള്ള ബോർഡുകൾ നീക്കം ചെയ്യുന്നത്. ഇലക്ട്രിക് പോസ്റ്റിൽ സ്ഥാപിച്ചിട്ടുള്ള കൊടികളും പരസ്യ ബോർഡുകളും നീക്കം ചെയ്യുന്നുണ്ട്. സ്വമേധയാ ബോർഡുകൾ നീക്കം ചെയ്യാൻ രാഷ്ട്രീയ പാർട്ടികൾക്കും സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും മുൻപ് നിർദ്ദേശം നൽകിയിരുന്നു.
തദ്ദേശ സ്വയംഭരണ വകുപ്പ് മുഖേന നടത്തുന്ന പൊതുമരാമത്ത് പ്രവൃത്തികൾ കാലതാമസമില്ലാതെ പൂർത്തീകരിക്കാൻ നടപടിയുണ്ടാകണമെന്ന് NK അക്ബർ MLA ആവശ്യപ്പെട്ടു. വിവിധ വികസന പദ്ധതികളുടെ അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു MLA. MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന മണ്ഡലത്തിലെ റോഡുകൾ, കെട്ടിടങ്ങൾ, ഇറിഗേഷൻ പദ്ധതികൾ, പൊതുസ്ഥാപനങ്ങളിലേക്കുള്ള ഉപകരണങ്ങൾ വാങ്ങൽ തുടങ്ങിയവയുടെ പുരോഗതി യോഗം വിലയിരുത്തി. ഇരട്ടപ്പുഴ GLP സ്കൂളിന്റെ 1 കോടി രൂപയുടെ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചതായും പുന്നയൂർ GLP സ്കൂൾ, അണ്ടത്തോട് GLP, കുരഞ്ഞൂർ GLP എന്നിവയുടെ നിർമ്മാണം പൂർത്തീകരിച്ചു വരുന്നതായും പൊതുമരാമത്ത് എഞ്ചിനീയർ യോഗത്തെ അറിയിച്ചു. MLA ഫണ്ടിൽ നിന്നും 2.75 കോടി രൂപ അനുവദിച്ചുള്ള ഗുരുവായൂർ KSRTC ഡിപ്പോയുടെ ഡിസൈൻ നടപടികൾ പൂർത്തീകരിച്ചു വരുന്നതായും അസിസ്റ്റന്റ് എഞ്ചിനീയർ യോഗത്തെ അറിയിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ റോഡ് നിർമ്മാണം, സ്കൂളുകളുടെ കെട്ടിട നിർമ്മാണം, മിനി മാസ്റ്റ് ലൈറ്റുകളുടെ സ്ഥാപനം എന്നിവ സംബന്ധിച്ച വിശദമായ വിവരങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ യോഗത്തെ അറിയിച്ചു. ചാവക്കാട് മത്സ്യഭവൻ നിർമ്മാണം, ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിലെ സ്ലൂയിസുകളുടെ നിർമ്മാണം എന്നിവയുടെ ടെൻഡർ നടപടി വൈകുന്നതിൽ MLA അതൃപ്തി അറിയിച്ചു. എയ്ഡഡ് സ്കൂളുകളുടെ ടോയ്ലറ്റ്, പാചകപ്പുര എന്നിവയുടെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിച്ചു വരുന്നതായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാർ യോഗത്തെ ധരിപ്പിച്ചു. അന്തിപ്പച്ച പദ്ധതിയുടെ ഭാഗമായി പച്ചമീൻ വിതരണത്തിനുള്ള വാഹനം അടിയന്തരമായി വാങ്ങുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറോട് MLA ആവശ്യപ്പെട്ടു. പുന്നയൂർ പഞ്ചായത്തിലെ 1 കോടി രൂപയുടെ കളിസ്ഥലം നവീകരണം പദ്ധതി വൈകുന്നതിൽ നിർവഹണ ഏജൻസിയായ സ്പോർട്സ് കേരള ഫൌണ്ടേഷനോട് വിശദീകരണം നൽകാൻ ആവശ്യപ്പെടുകയും ജനുവരി മാസത്തോടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കർശന നിർദ്ദേശം നൽകുകയും ചെയ്തു. റസ്റ്റ് ഹൌസിൽ ചേർന്ന യോഗത്തിൽ LSGD തൃശൂർ ജില്ലാ അസിസ്റ്റന്റ് ഡയറക്ടർ ആൻസൺ ജോസഫ് KAS, ഫിനാൻസ് ഓഫീസർ ബാബു MJ, തദ്ദേശ സ്വയംഭരണ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ, തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിമാർ, LSGD അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ, പൊതുമരാമത്ത് എഞ്ചിനീയർമാർ, തദ്ദേശ സ്വയംഭരണ വകുപ്പിലെയും വിവിധ വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. CCTV ന്യൂസ്, ചാവക്കാട്. ഗുരുവായൂർ YMCAയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്കൊപ്പം ക്രിസ്മസ് ആഘോഷിച്ചു. കോട്ടപ്പടി RCUP സ്കൂളിൽ നടന്ന ആഘോഷ പരിപാടികൾ നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AS മനോജ് ഉദ്ഘാടനം ചെയ്തു. ഉല്ലാസപ്പറവകൾക്കൊപ്പം എന്ന പദ്ധതിയിലൂടെ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് ഡയപ്പറുകൾ വിതരണം ചെയ്തു. YMCA പ്രസിഡന്റ് ബാബു വർഗീസ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് CD ജോൺസൺ, ജോയിന്റ് സെക്രട്ടറി ജോസ് ലൂയിസ്, വനിതാ വിഭാഗം പ്രസിഡന്റ് നീന ജോൺസൺ, ട്രഷറർ ജിസി ലോറൻസ്, PTA പ്രസിഡന്റ് ജിജോ ജോർജ്, ബിന്ദു സുനിൽ, തോംസൺ വാഴപ്പുള്ളി, ടെസ് ജെയ്സൺ, ലോറൻസ് നീലങ്കാവിൽ തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ ദിവസം കാണാതായ കടവല്ലൂർ സ്വദേശിയെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. കൊരട്ടിക്കര കലിപ്പുറത്ത് താഴത്തേതിൽ 64 വയസ്സുള്ള മോഹനനെയാണ് വടക്കാഞ്ചേരി മുള്ളൂർക്കരയിൽ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയതായി പോലീസ് ബന്ധുക്കളെ അറിയിച്ചത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഇദ്ദേഹത്തെ കാണാതായത്. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. നെല്ലുവായി മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ വർഷം തോറും നടത്തിവരാറുള്ള കളംപാട്ട് മഹോത്സവത്തിന് തുടക്കമായി. പരമ്പരാഗത രീതിയിൽ തയ്യാറാക്കിയ പഞ്ചവർണ്ണ പൊടികളാൽ ക്ഷേത്രം അഗ്രശാലയിലുള്ള പാട്ടുകൊട്ടിലിൽ ഭദ്രകാളി രൂപം വരച്ചാണ് കളംപാട്ട് നടത്തുന്നത്. പാരമ്പര്യാവകാശി മുരിങ്ങാത്തേരി കല്ലാറ്റ് ശേഖരക്കുറുപ്പിന് കളംപാട്ടിനുള്ള കൂറ കൈമാറിയതോടുകൂടിയാണ് 10 ദിവസം നീണ്ടുനിൽക്കുന്ന ചടങ്ങുകൾക്ക് തുടക്കമായത്. ദേവസ്വം ഓഫീസർ PV ഹരികൃഷ്ണൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മണ്ഡലം 41 വൈകിട്ട് മുല്ലയ്ക്കൽ ഭഗവതിയുടെ വടക്കും വാതിൽക്കൽ നടക്കുന്ന ഗുരുതി പൂജയോടുകൂടി സമാപനമാകും. ക്ഷേത്രം മേൽശാന്തി മാവേലിമന നാരായണൻ നമ്പൂതിരി, അടിയന്തരമാരാർ പള്ളിമണ്ണ ബാലചന്ദ്രൻ, കഴകം പ്രിയവാരസ്യാർ, ക്ഷേത്രം കോമരം ഗംഗാധരൻ നായർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഒരുമനയൂർ പഞ്ചായത്ത് ഭിന്നശേഷി ഉപകരണ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. KV കബീർ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കയ്യമ്മു ടീച്ചർ, KV രവീന്ദ്രൻ, ഫിലോമിന ടീച്ചർ, ബ്ലോക്ക് മെമ്പർമാരായ ഷൈനി ഷാജി, K അഷിത, വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു. കണ്ടാണശ്ശേരി സാരഥി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ അകാലത്തിൽ വിട്ടുപിരിഞ്ഞുപോയ ജിജോ തരകന്റെ സ്മരണാർത്ഥം ഷട്ടിൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ജിജോ മെമ്മോറിയൽ ട്രോഫിക്കായുള്ള ഷട്ടിൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് 3 ദിവസങ്ങളിലായി സാരഥി ഷട്ടിൽ കോർട്ടിൽ നടന്നു. ഓൾ കേരള C കാറ്റഗറി ടൂർണമെന്റിൽ കേരളത്തിലെ പ്രമുഖ ടീമുകൾ മാറ്റുരച്ചു. ജവഹർ മാസ്റ്റർ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആവേശം നിറഞ്ഞ ഫൈനൽ മത്സരത്തിൽ ആകാശ് നസീം ഷാ സഖ്യം വിജയികളായി. വിജയികൾക്ക് ട്രോഫിയും ക്യാഷ് അവാർഡും വിതരണം ചെയ്തു.
എടക്കഴിയൂർ മുട്ടിൽ ശ്രീ അയ്യപ്പൻകാവ് ക്ഷേത്ര മഹോത്സവം ഭക്തിസാന്ദ്രമായി. രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളോടെ ചടങ്ങുകൾ ആരംഭിച്ചു. പൂക്കാവടികൾ, വർണ്ണത്തെയ്യങ്ങൾ, തമ്പോലം, ചെണ്ടമേളങ്ങൾ, നാദസ്വരം, പഞ്ചവാദ്യം തുടങ്ങിയവയുടെ അകമ്പടിയോടെ 9 ദേശങ്ങളിൽ നിന്നായി വരവ് പൂരങ്ങൾ ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നു. ക്ഷേത്ര പരിസരങ്ങളിൽ നിർമ്മിച്ച വർണ്ണപ്പന്തലുകളും ശ്രദ്ധേയമായി. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് AV സുബ്രഹ്മണ്യൻ, വൈസ് പ്രസിഡന്റുമാരായ സ്വാമി നന്ദൻ, വിജീഷ്, സെക്രട്ടറി KS സുനിൽ, ക്ഷേത്ര ഊരാളൻ ധർമ്മബാലൻ, ട്രഷറർ VK പ്രസാദ് എന്നിവർ നേതൃത്വം നൽകി. നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സ് സംഘടനയുടെ നേതൃത്വത്തിൽ കുന്നംകുളം ഡിവിഷൻ തലത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. പവർ സെക്രട്ടറിയുടെ ഏകപക്ഷീയവും നീതിരഹിതവുമായ ഉത്തരവുകൾ പിൻവലിക്കുക, ശമ്പള പരിഷ്കരണ കരാറുകൾക്ക് അംഗീകാരം നൽകുക, ക്ഷാമബത്ത ഗഡുക്കൾ അനുവദിക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക, കേരളത്തെ സാമ്പത്തിക ഞെരുക്കത്തിലാക്കുന്ന കേന്ദ്ര നയം തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കുന്നംകുളം ഡിവിഷൻ ഓഫീസിനു മുന്നിൽ നടത്തിയ ധർണ KCB വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് K മനോജ് ഉദ്ഘാടനം ചെയ്തു. KCB വർക്കേഴ്സ് ഫെഡറേഷൻ ജില്ലാ ട്രഷറർ AB ശശികല അധ്യക്ഷയായി. ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് AP ഡേവിസ്, കോൺട്രാക്ട് വർക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് P ഫാദർ, പെൻഷനേഴ്സ് അസോസിയേഷൻ ഡിവിഷൻ സെക്രട്ടറി CV ഫ്രാൻസിസ്, പെൻഷനേഴ്സ് അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം C ശിവദാസൻ, വർക്കേഴ്സ് അസോസിയേഷൻ ഡിവിഷൻ പ്രസിഡന്റ് BK ഗിരീഷ് എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ് കേച്ചേരി. അക്കിക്കാവ് മാർ ഒസ്താത്തിയോസ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോളേജിൽ കമ്മ്യൂണിറ്റി ലിവിംഗ് ക്യാമ്പിന് തുടക്കമായി. എസ്പോയർ എന്ന പേരിൽ 4 ദിവസങ്ങളിലായി ടീച്ചേഴ്സ് ട്രെയിനിംഗ് വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം തൃശൂർ ഗവൺമെന്റ് BEd കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ PV ഹാപ്പി നിർവഹിച്ചു. ഒസ്താത്തിയോസ് കോളേജ് മാനേജർ അഡ്വക്കേറ്റ് ചാക്കോ ജോർജ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ്, ആർട്സ് കോളേജ് പ്രിൻസിപ്പൽ CP ബാബു, GTA വൈസ് പ്രസിഡന്റ് CS മോഹൻദാസ്, ക്യാമ്പ് കോർഡിനേറ്റർ ബെഞ്ചമിൻ P ഇട്ടൂപ്പ് തുടങ്ങിയവർ സംസാരിച്ചു. ക്രിസ്തുമസ് ആഘോഷത്തോടെ വെള്ളിയാഴ്ച ക്യാമ്പ് സമാപിക്കും. കടപ്പുറം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അങ്കണവാടി കലോത്സവം പൂമുട്ട് 2024 വർണ്ണാഭമായി. പഞ്ചായത്ത് അംഗൻവാടികളിലെ കുരുന്നുകളുടെ കലോത്സവം യുവ എഴുത്തുകാരനും ഇന്റർനാഷണൽ ടാഗോർ അവാർഡ് ജേതാവുമായ വിഷ്ണു മാസ്റ്റർ കിടങ്ങൂർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത് അധ്യക്ഷത വഹിച്ചു. തൊട്ടാപ്പ് റോയൽ ഓഡിറ്റോറിയത്തിൽ നടന്ന കലാമേളയിൽ പഞ്ചായത്തിലെ 30ഓളം അംഗൻവാടികളിലെ കുരുന്നുകളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. പങ്കെടുത്തവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മിസ്രിയ മുസ്താഖലി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൂക്കൻ കാഞ്ചന, മെമ്പർമാരായ TR ഇബ്രാഹിം, പ്രസന്ന ചന്ദ്രൻ, AV അബ്ദുൾ ഗഫൂർ, രാഹില വഹാബ, ഷീജ രാധാകൃഷ്ണൻ, മുഹമ്മദ് നാസിഫ് എന്നിവർ സംസാരിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP മൻസൂർ അലി സ്വാഗതവും ICDS സൂപ്പർവൈസർ മിഥുല നന്ദിയും പറഞ്ഞു. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഏർപ്പെടുത്തിയിട്ടുള്ള സ്റ്റുഡൻസ് എംപവർമെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി ഏർപ്പെടുത്തിയ സ്കോളർഷിപ്പുകളുടെ വിതരണം നടത്തി. സഭാവക സ്കൂളിൽ പഠിക്കുന്ന അർഹരായ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സ്കോളർഷിപ്പ് വിതരണം സഭാ പരമാധ്യക്ഷനും എഡ്യൂക്കേഷൻ ബോർഡ് പ്രസിഡന്റുമായ സിറിൽ മാർ ബസേലിയോസ് മിത്രാപൊലിത്ത നിർവഹിച്ചു. കല്ലുംപുറത്ത് നടന്ന സുവിശേഷ യോഗവേദിയിൽ നടന്ന ചടങ്ങിൽ കോർപ്പറേറ്റ് മാനേജർ ഫാദർ വർഗീസ് വാഴപ്പുള്ളി അധ്യക്ഷത വഹിച്ചു. സഭാ വൈദിക ട്രസ്റ്റി ഫാദർ തോമസ് കുര്യൻ, വിദ്യാലയങ്ങളിലെ പ്രധാന അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. സഭാ സെക്രട്ടറി ബിനോയ് P മാത്യു സ്വാഗതവും സഭാ അൽമായ ട്രസ്റ്റി ഗീവർമാണി പനയ്ക്കൽ നന്ദിയും പറഞ്ഞു. സംസ്ഥാന സർക്കാരും ഭൂരേഖ വകുപ്പും ചേർന്ന് വെള്ളറക്കാട് വില്ലേജിൽ ഉൾപ്പെട്ട ഭൂപ്രദേശത്ത് ഡിജിറ്റൽ സർവേ നടത്തുന്നതിനാൽ ഉടമസ്ഥർ സ്വന്തം പേരിലുള്ള ഭൂമിയുടെ അതിർത്തികൾ വൃത്തിയാക്കണമെന്നും സർവേക്കെത്തുമ്പോൾ കരമടച്ച രസീത്, ആധാരം തുടങ്ങി ഭൂമി സംബന്ധമായ രേഖകൾ ഹാജരാക്കണമെന്നും ഹെഡ് സർവേയർ R ശോഭന അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 94 46 15 70 85 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നെല്ലുവായ് പാണാട്ടുകാവ് ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ ദേശവിളക്ക് മഹോത്സവം ആഘോഷിച്ചു. വൈകിട്ട് 5:30 നെല്ലുവായ് ശ്രീ ധന്വന്ത്രി ക്ഷേത്രത്തിൽ നിന്ന് താലമേന്തിയ മാളികപ്പുറങ്ങളുടെയും ഉടുക്കുപാട്ടിന്റെയും
താളലയത്തോടുകൂടിയ എഴുന്നള്ളിപ്പ് നെല്ലുവായ് സെന്റർ വഴി മുല്ലയ്ക്കൽ ഭഗവതിയെ വന്നിച്ച് 10 മണിക്ക് പാണാട്ടുകാവിൽ എത്തിച്ചേർന്നു. തുടർന്ന് വിളക്കുപാട്ട്, വെട്ടുംതട എന്നിവയോടുകൂടി സമാപിച്ചു. നടത്തറ രാജൻ, മച്ചാട് കനകൻ വിളക്ക് സംഘമായി മുരിങ്ങാത്തേരി സജീവന്റെ പഞ്ചവാദ്യവും ഫാൻസി വെടിക്കെട്ടും പ്രസാദഊട്ടും ഉണ്ടായിരുന്നു. അയ്യപ്പസേവാ സംഘം പ്രസിഡന്റ് വിജയൻ കോഞ്ഞിപ്പറമ്പിൽ, സെക്രട്ടറി മനോഹരൻ ചെല്ലാരി, ട്രഷറർ സതീഷ് മുരായിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. കുചേല ദിനത്തോടനുബന്ധിച്ച് ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ പുരാതന നായർ തറവാട്ട് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കൃഷ്ണ കുചേല സംഗമം സംഘടിപ്പിച്ചു. കിഴക്കേനട മഞ്ചുളാൽ തറയിലുള്ള കുചേല പ്രതിമയെ വണങ്ങിയ ശേഷം ക്ഷേത്രനടയിലേക്ക് നാമജപ ഘോഷയാത്ര നടത്തി. കിഴക്കേനടയിലെ ദീപസ്തംഭത്തിന് മുന്നിലെത്തിയ ഘോഷയാത്രയിലെ കുചേല വേഷധാരിയെ കൃഷ്ണവേഷധാരി ഓടിയെത്തി സ്വീകരിച്ചു. തുടർന്ന് ഗുരുവായൂരപ്പന് മുന്നിൽ അവിൽ സമർപ്പണം നടത്തി. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി അംഗം സി മനോജ് അവിൽ പൊതികൾ ഏറ്റുവാങ്ങി ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ പ്രസിഡന്റ് KT ശിവരാമൻ നായർ അധ്യക്ഷത വഹിച്ചു. കോർഡിനേറ്റർ രവി ചങ്കത്ത് കുചേല മഹാത്മ്യം വിവരിച്ചു. സെക്രട്ടറി അനിൽ കല്ലാറ്റ്, ബാലൻ ബാറനാട്ട്, ജയറാം ആലക്കൽ, ശശി കേനാടത്ത്, ശ്രീധരൻ മാമ്പുഴ, രവി വട്ടരങ്ങത്ത്, മുരളി അകമ്പടി, ടി ദാക്ഷായനി തുടങ്ങിയവർ സംസാരിച്ചു. കണ്ടാണിശ്ശേരി പഞ്ചായത്തിൽ പാലിയേറ്റീവ് രോഗികൾക്ക് മെഡിക്കൽ ഉപകരണങ്ങൾ നൽകി. കാക്കശ്ശേരി വിദ്യാവിഹാർ വിദ്യാലയത്തിലെ 9, 11 ക്ലാസുകളിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് പാലിയേറ്റീവ് രോഗികൾക്ക് സൗജന്യ വിതരണത്തിനായി മെഡിക്കൽ ഉപകരണങ്ങളും മറ്റ് ചികിത്സാ ശുചീകരണ സംവിധാനങ്ങളും കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കൈമാറിയത്. കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ ആരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ്, പബ്ലിക് ഹെൽത്ത് നഴ്സ് KM ഷമീന, സ്റ്റാഫ് നഴ്സ് C ജോയ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു C ജേക്കബ്, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് നിത ശ്രീനി, വിദ്യാവിഹാർ സ്കൂൾ അധ്യാപകരായ മഞ്ജുള രഘു, പ്രദീപ് നായർ എന്നിവർ സംസാരിച്ചു. ആശാപ്രവർത്തകർ, ആരോഗ്യ വിഭാഗം ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി. ചടങ്ങിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും മെഡിക്കൽ ഓഫീസർ KP ചിന്ത മധുരപലഹാരം വിതരണം ചെയ്തു. പുന്നേർകുളം ആൽത്തറ രാമരാജ UP സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. PTA വൈസ് പ്രസിഡന്റ് ഫൈസലിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് അഞ്ഞൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയ വികാരി ഫാദർ ഷോൺസൺ ആക്കാമറ്റത്തിൽ ഉദ്ഘാടനം ചെയ്തു. ക്രിസ്മസ് സന്ദേശം നൽകി. ഹെഡ്മാസ്റ്റർ സജിത്ത്, മാനേജർ TP ഉണ്ണി, SSG കൺവീനർ P രാമദാസ്, ട്രസ്റ്റ് സെക്രട്ടറി KM പ്രകാശൻ, മദർ PTA വൈസ് പ്രസിഡന്റ് അഞ്ജലി, TV സിജോ മാസ്റ്റർ, സ്കൂൾ ലീഡർ ആദിനാഥ്, വിദ്യാർത്ഥി പ്രതിനിധി പ്രാർത്ഥന എന്നിവർ സംസാരിച്ചു. ക്രിസ്മസ് പാപ്പയായി വേഷമിട്ട 7ാം ക്ലാസ് വിദ്യാർത്ഥി ഋഷൻ രാജും ഫാദർ ഷോൺസൺ ആക്കാമറ്റത്തിലും ചേർന്ന് കേക്ക് മുറിച്ചു. ക്രിസ്മസിനെ വരവേൽക്കാൻ വിപണിയൊരുങ്ങി. ആഘോഷത്തിന് നിറപ്പകിട്ടാകാൻ വൈവിധ്യങ്ങളായ നക്ഷത്രങ്ങളും അനുബന്ധ സാധനങ്ങളും വിപണി കൈയടക്കി കഴിഞ്ഞു. യേശുവിന്റെ രൂപം, പല രൂപത്തിലും നിറത്തിലുമുള്ള നക്ഷത്രങ്ങൾ, ട്രീ ഡെക്കറേഷൻ, റെഡിമെയ്ഡ് പുൽക്കൂടുകൾ, സാന്താക്ലോസ് പ്രതിമകൾ, ഫൈബറിലും പ്ലാസ്റ്റിക്കിലും നിർമ്മിച്ച മഞ്ഞുതുള്ളികൾ ഇറ്റിവീഴുന്ന ക്രിസ്മസ് ട്രീകൾ, ക്രിസ്മസ് പുതുവർഷ ആശംസാ കാർഡുകൾ, ചുവപ്പും വെള്ളയും നിറത്തിലുള്ള സാന്താക്ലോസ് വസ്ത്രങ്ങൾ, തൊപ്പികൾ തുടങ്ങി ക്രിസ്മസ് വിപണി കളർഫുള്ളാണ്. ചെസ് നക്ഷത്രമാണ് വിപണിയിലെ ഇത്തവണത്തെ ഹൈലൈറ്റ്. കൂടാതെ ചൈനയിൽ നിന്നുള്ള നിയോൺ നക്ഷത്രങ്ങൾ, മാൻ, ബെൽ തുടങ്ങിയ LED നക്ഷത്രങ്ങൾക്കും ആവശ്യക്കാരുണ്ട്. മുൻ വർഷത്തേക്കാൾ കച്ചവടം കൂടുതലായി നടക്കുന്നുണ്ടെന്ന് ഗുജറാത്തിൽ നിന്നെത്തിയ കുന്നംകുളത്തെ വ്യാപാരി സുരേഷ് പട്ടേൽ പറഞ്ഞു. കുറെ ഐറ്റം പുതിയ വന്നിട്ടുണ്ട്. പിക്സല്, പിന്നെ നിയോൺ സ്റ്റാറുകൾ കുറെ പുതിയ ഐറ്റം ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നല്ല കച്ചവടമാണ്. കച്ചവടത്തിലൊരു പ്രശ്നമില്ല. മഴ കുറച്ച് പ്രശ്നമാണ്, ബാക്കിയൊന്നും പ്രശ്നമില്ല. കച്ചവടം അടിപൊളി. പിന്നെ കുറെ ഐറ്റം പുതിയ ഇറങ്ങിയിട്ടുണ്ട്. സ്റ്റാറുകൾ, നിയോൺ സ്റ്റാറുകൾ, LED സ്റ്റാർ, പിന്നെ കുറെ ഐറ്റം ഉണ്ട്. ഇപ്പോൾ തൊപ്പികൾ കുറെ നല്ല ഐറ്റം പോകുന്നുണ്ട്. തൃശൂർ, കുന്നംകുളം, എറണാകുളം നഗരങ്ങളിലെ മൊത്ത കച്ചവടക്കാർക്ക് ചൈനയിൽ നിന്നും കണ്ടെയ്നർ മാർഗമാണ് സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിലേക്ക് ക്രിസ്മസ് അലങ്കാരങ്ങൾ എത്തിച്ചു നൽകുന്നത്. പ്രത്യേകം ബെല്ലുകൾ അടിക്കുന്നതും പാട്ടുകൾ പാടുന്നതുമായ സംവിധാനങ്ങളും ഇക്കൂട്ടത്തിലുണ്ട്. വിവിധ വലുപ്പത്തിലുള്ള നക്ഷത്രങ്ങൾക്ക് 150 മുതൽ 2000 രൂപ വരെയാണ് വില. 100 മുതൽ 500 രൂപ വരെയുള്ള പേപ്പർ സ്റ്റാറുകളുമുണ്ട്. ത്രിമാന രൂപമുള്ള സ്റ്റാറുകളും ഇഷ്ട ഇനമാണ്. പ്ലാസ്റ്റിക്കിലും മൾട്ടിവുഡിലും മരത്തടിയിലുമായി പുൽക്കൂടുകളുമുണ്ട്.
പ്ലാസ്റ്റിക്കിന് 680 രൂപ മുതൽ വിലയുള്ളപ്പോൾ മരത്തിന്റേത് 350 രൂപയിൽ തുടങ്ങും. കൈപ്പിടിയിൽ ഒതുങ്ങുന്നത് മുതൽ 6 അടി ഉയരം വരെയുള്ള ക്രിസ്മസ് ട്രീകളും ആഘോഷപ്രേമികളുടെ ലിസ്റ്റിലുണ്ട്. 250 രൂപ മുതൽ 1400 രൂപ വരെയാണ് വില. സ്കൂൾ അവധി തുടങ്ങുന്നതോടെ ഗ്രാമങ്ങളിൽ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ക്രിസ്മസ് കരോൾ ആഘോഷങ്ങൾക്കുള്ള തിരക്കിലേക്ക് കടക്കും. ഇതോടെ വ്യാപാര മേഖലയിൽ വലിയ തിരക്കുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കച്ചവടക്കാർ. കേക്ക് വിപണിയും സജീവമായി. അതേസമയം മഴ വില്ലനാകുമോ എന്ന ആശങ്കയും കച്ചവടക്കാർ പങ്കുവച്ചു. CCTV ന്യൂസ്, പെരുമ്പിലാവ്. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിക്ക് കീഴിലുള്ള പഴഞ്ഞി മോർ ഏലിയാസ് കുടുംബ യൂണിറ്റ് ക്രിസ്മസ് കരോൾ സംഘടിപ്പിച്ചു. ഇടവക വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ ഉദ്ഘാടനം ചെയ്ത് ക്രിസ്തുമസ് സന്ദേശം നൽകി. കുടുംബ യൂണിറ്റ് കൺവീനർ CV ഷാബു, ട്രസ്റ്റി CU ശലമോൻ എന്നിവർ ക്രിസ്തുമസ് ആശംസകൾ നേർന്നു. ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ, വൈസ് പ്രസിഡന്റ് ജോസ് വറദു, സെക്രട്ടറി മണി ജോയ്, ജോയിന്റ് സെക്രട്ടറി അഞ്ജു സജു, ട്രഷറർ സണ്ണി ചെറിയാൻ എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി ആരംഭിക്കുന്ന ജനസേവന കേന്ദ്രത്തിലേക്ക് മുൻപരിചയമുള്ള വനിതാ ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട്. ഭിന്നശേഷിക്കാർക്കും വികലാംഗർക്കും മുൻഗണന നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് 95 44 88 55 66 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. വടക്കേക്കാട് പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതി പ്രകാരം ധാതു ലവണ മിശ്രിതത്തിന്റെ വിതരണം നടത്തി. വയലത്തൂർ മൃഗാശുപത്രിയിൽ നടത്തിയ വിതരണ ഉദ്ഘാടനം വടക്കേക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിൽസി ബാബു നിർവഹിച്ചു. തെരഞ്ഞെടുക്കപ്പെട്ട ക്ഷീര കർഷകർക്ക് 5 കിലോ വീതം ധാതു ലവണങ്ങൾ വിതരണം ചെയ്യുന്നതാണ് പദ്ധതി. വെറ്റിനറി ഡോക്ടർ ദീപ പദ്ധതി വിശദീകരണം നടത്തി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീധരൻ മാക്കാലിക്കൽ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV റഷീദ, മെമ്പർ M ഗിരീഷ്, ഓഫീസ് ജീവനക്കാർ, ഗുണഭോക്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ച സംസ്ഥാന സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പെരുമ്പിലാവ് KSEB സെക്ഷൻ ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. കരിക്കാട് പ്രിയദർശിനി സെന്ററിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ഭട്ടിമുറി KSEB ഓഫീസിനു മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ KPCC മെമ്പർ ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. പ്രവാസി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി യാവുട്ടി ചിറമനേങ്ങാട്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് തിപ്പിലശ്ശേരി, കടങ്ങോട് മണ്ഡലം പ്രസിഡന്റ് ഷറഫുദ്ദീൻ പന്നിത്തടം, കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് PK വിനയചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുണ്ടത്തിക്കോട് യൂണിറ്റ് പെൻഷൻ ദിനം ആചരിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് രാജു മാരാത്ത് പതാക ഉയർത്തി. യോഗം മുൻ ബ്ലോക്ക് പ്രസിഡന്റ് MK മുഹമ്മദ് കുട്ടി ഹാജി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് രാജു മാരാത്ത് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി VS ഗോവിന്ദസ്വാമി സ്വാഗതവും ട്രഷറർ CL പിയൂസ് നന്ദിയും പറഞ്ഞു. KS കറിയ മാസ്റ്റർ, MK ശാന്ത എന്നിവർ സംസാരിച്ചു. കോഴിക്കോട് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള വലപ്പാട് ടീച്ചർ എഡ്യൂക്കേഷൻ സെന്ററിന്റെ യൂണിയൻ ഉദ്ഘാടനം ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പുരസ്കാര ജേതാവും പഴഞ്ഞി MD കോളേജ് പൊളിറ്റിക്കൽ സയൻസ് മുൻ അസോസിയേറ്റഡ് പ്രൊഫസറുമായ ഡോക്ടർ ജിജി പോൾ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ചെയർമാൻ ഷാറൂൺ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരനും സത്യം ഓഡിയ സിനിമാസിന്റെ ക്രിയേറ്റീവ് ഹെഡുമായ RJ അലക്സ് കുര്യൻ ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ തങ്കം PK, സ്റ്റാഫ് സെക്രട്ടറി ഇസ്മയിൽ റഹമത്തുള്ള മഠത്തിൽ, യൂണിയൻ അഡ്വൈസർ സ്മിത KB, യൂണിയൻ ജോയിന്റ് സെക്രട്ടറി KU ദേവിക എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 7150 രൂപ, പവന് 57,200 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 97 രൂപ. ചരമം കോൺഗ്രസ് പ്രാദേശിക നേതാവ് കാണിപ്പയ്യൂർ ചൂണ്ടപുരയ്ക്കൽ സുധാകരൻ മകൻ ഷാജു നിര്യാതനായി. 55 വയസ്സായിരുന്നു. കാണിപ്പയ്യൂർ സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടറായ ഷാജു പഴഞ്ഞി MD കോളേജ് യൂണിയൻ ചെയർമാൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. സംസ്കാരം അടുപ്പുട്ടി വീനാഗേൽ ബറിയൽ ഗാർഡൻ സെമിത്തേരിയിൽ നടന്നു. മിനി ഭാര്യയും സിഞ്ചു, മിഞ്ചു എന്നിവർ മക്കളുമാണ്. കൂനമുച്ചി തരകൻ തോമമകൻ ദേവസി നിര്യാതനായി. 79 വയസ്സായിരുന്നു. സംസ്കാരം കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളി സെമിത്തേരിയിൽ നടന്നു. ലില്ലി ഭാര്യയും ബിജു, ബിജി, ബീന, സിജി എന്നിവർ മക്കളുമാണ്.
പഴഞ്ഞി മെയിൻ റോഡ് കൂത്തൂർ വീട്ടിൽ സാലി നിര്യാതയായി 55 വയസ്സായിരുന്നു. സംസ്കാരം പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടന്നു. കുര്യാക്കോസ് ഭർത്താവാണ്. നിതിൻ, നീതു എന്നിവർ മക്കളാണ്. അക്കിക്കാവ് നോങ്ങല്ലൂർ മരക്കാത്ത് നാരായണൻ നിര്യാതനായി. 87 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. സരസ്വതിയാണ് ഭാര്യ. ജയകൃഷ്ണൻ, ജയദേവ് എന്നിവർ മക്കളാണ്. കുന്നംകുളം കാണിപ്പയ്യൂർ പരേതനായ റിട്ടയേർഡ് സൈനികൻ ഇലവന്ത്ര കുമാരൻ ഭാര്യ സീത നിര്യാതയായി. 82 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച ഉച്ചയ്ക്ക് 12-ന് വീട്ടുവളപ്പിൽ നടക്കും. കരസീമൻ, ജ്ഞാനവേദൻ, സിമി എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കെ കൊച്ചനിയൻ CPIM കുന്നംകുളം ഏരിയ സെക്രട്ടറി. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കേച്ചേരിയിൽ നടന്ന കുന്നംകുളം ഏരിയ പ്രതിനിധി സമ്മേളനത്തിലാണ് കൊച്ചനിയൻ എന്ന ഗോപാലകൃഷ്ണൻ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഏരിയ കമ്മിറ്റി അംഗങ്ങളെ ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തുവെങ്കിലും സെക്രട്ടറി സ്ഥാനത്തേക്ക് നടന്ന മത്സരത്തിലാണ് കൊച്ചനിയൻ തെരഞ്ഞെടുക്കപ്പെട്ടത്. കാണിപ്പയ്യൂരിലെ സ്ഥാപനത്തിൽ നിന്ന് 22 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തുകയും വീണ്ടും പണം ആവശ്യപ്പെട്ട് ഉടമയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സംഭവത്തിൽ സ്ഥാപനത്തിലെ ജീവനക്കാരൻ അറസ്റ്റിൽ. പിടിയിലായത് ചിറമനേങ്ങാട് സ്വദേശി ജിഷാദ്. അകലാട് ഒറ്റയിനി പെട്രോൾ പമ്പിൽ മോഷണം. ഓഫീസ് റൂമിന്റെ ഗ്ലാസ് ഡോർ തകർത്താണ് കവർച്ച. നിരീക്ഷണ ക്യാമറകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. CCTV ന്യൂസ് ഇംപാക്ട്. ഭാർഗവിക്ക് അഭയമൊരുക്കി അരുവി പുനരധിവാസ കേന്ദ്രം. രോഗപീഠകളാൽ ദുരിത ജീവിതം നയിച്ചു വന്നിരുന്ന 83-കാരിയായ കണ്ടാണശ്ശേരി കല്ലിങ്ങൽ വീട്ടിൽ ഭാർഗവിക്കാണ് പഴുന്നാനയിലെ അരുവി പുനരധിവാസ കേന്ദ്രം അഭയമൊരുക്കിയത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.